എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൂള് മൊഡ്യൂൾ 5-ലെ ഒരു എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറെ പറ്റിയിട്ടാണ്. കാൽസ്യം. അപ്പോൾ കാൽസ്യം എന്ന് പറയുന്നത് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അത് ആക്ച്വലി നമ്മൾ ക്ലാസ് റൂമിൽ കെമിസ്ട്രി പഠിക്കുന്നതിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ഇതാണ് പീരിയോഡിക് ടേബിൾ. അപ്പോൾ എല്ലാവരും പീരിയോഡിക് ടേബിളിൻ്റെ ആ ഒരു ഷീറ്റ് യൂസ് ചെയ്തിട്ടാണത് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാൽസ്യത്തിലൂടെ നമുക്ക് പീരിയോഡിക് ടേബിൾ കുറച്ചും കൂടി നന്നായി മനസ്സിലാക്കാനും കുട്ടികൾക്ക് ആ ഒരു പീരിയോഡിക് ടേബിളിലുള്ള എലമെൻസിൻ്റെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് എല്ലാം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും കൂടി സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കാൽസ്യം എന്ന് പറയുന്നത്. ഇതിൽ കുറേ ഡീറ്റെയിൽസ് നമുക്ക് ഓരോ എലമെൻസിൻ്റെയും കുറേ ഡീറ്റെയിൽസ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇത് ആക്ച്വലി ഒരു ഇൻട്രാക്റ്റീവ് പീരിയോഡിക് ടേബിളാണ്. നമുക്ക് ഓരോ എലമെൻസിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് അതിൽ സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ അറ്റോമിക് മാസ്, അറ്റോമിക് നമ്പർ, പിന്നെ സ്റ്റേറ്റ് ഓഫ് ഇച്ച് എലമെൻറ്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു കാൽസ്യം ഉള്ളൊരു സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഓരോ എലമെൻസിൻ്റെയും. ഇതുകൂടാതെ തന്നെ നമുക്ക് ഓരോ എലമെൻസിൻ്റെ ഫീച്ചേഴ്സ് മാത്രമല്ല ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതുകൂടാതെ നമുക്ക് കെമിക്കൽ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ മോളിക്കുലർ വെയിറ്റ് കണക്കാക്കാൻ സാധിക്കും. അത് മാത്രമല്ല പിന്നെ ഐസോട്ടോപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ അറിയാൻ പറ്റും. പിന്നെ ഇതിലൊരു 3D മോളിക്കുലർ വ്യൂവറും ഉണ്ട്. നമുക്ക് കാൽസ്യം എന്നുള്ള ആ ഒരു എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ മെയിനായിട്ട് ഈ ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. നമുക്കിനി ആ ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെടാം. അതിനാദ്യം കാൽസ്യം ഓപ്പൺ ചെയ്യാം. ഇതാണ് കാൽസ്യം. അപ്പോൾ ഇതാണ് കാൽസ്യത്തിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ ഇതൊരു പീരിയോഡിക് ടേബിൾ ആണെന്ന് മനസ്സിലാക്കാം. ഇതിൽ ഓരോ എലമെൻറ്റ്സ് ഹൈഡ്രജൻ, ലിത്തിയം, സോഡിയം, അങ്ങനെ ഓരോ എലമെൻസിന് മേലെ നമ്മൾ കഴ്സർ വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലെ വിൻഡോയിൽ കാണാൻ സാധിക്കും. നമുക്കിവിടെ കാണാം സോഡിയത്തിൻ്റെ സിമ്പിൾ Na എന്നാണ്. അത് നാട്രിയം എന്നാണ് അതിൻ്റെ കെമിക്കൽ നെയിം. അപ്പോൾ അതിൻ്റെ സിമ്പിൾ Na. അതേപോലെ തന്നെ ഇവിടെ 11 എന്ന് കാണാം, അതായത് അറ്റോമിക് നമ്പർ ആണ് 11. പിന്നെ ഇവിടെ 22.9897 അത് ആക്ച്വലി ആ ഒരു സോഡിയം എന്നുള്ളതിൻ്റെ സ്റ്റാൻഡേർഡ് അറ്റോമിക് വെയിറ്റ് ആണ്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വിൻഡോയിൽ കാണാവുന്നതാണ്. അതേപോലെ സോഡിയത്തിൻ്റെ മാത്രമല്ല ഏതൊരു എലമെൻസിനെ മേലെ കഴ്സർ വെച്ചാലും നമുക്കിവിടെ കാണാൻ സാധിക്കും. കാൽസ്യം അറ്റോമിക് നമ്പർ 20 ആണ്. അതേപോലെ അറ്റോമിക് വെയിറ്റ് 40.078 ആണ്. അതേപോലെ ഓരോ എലമെൻസിൻ്റെ മേലെ കഴ്സർ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ ഒരു കെമിക്കൽ ഫോർമുല, അതേപോലെ തന്നെ അറ്റോമിക് നമ്പർ, മാസ്. ഇപ്പോൾ ഇവിടെ അയൺ, ഫെറസ് എന്നാണ് അതിൻ്റെ കെമിക്കൽ നെയിം, Fe. അപ്പോൾ അതിൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 26 ആണ്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 55.845 ഡാൽട്ടൺ. അതാണ് അതിൻ്റെ ഒരു വെയിറ്റ് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ മേലെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ലിത്തിയം അല്ലെങ്കിൽ ഫെറസ് എന്നുള്ളതിൻ്റെ മേലെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡാറ്റ ഓവർവ്യൂ നമുക്കിവിടെ കാണാവുന്നതാണ്. അത് ബ്ലോക്ക് ഡിയിലാണ് ഇൻക്ലൂഡ് ആവുന്നത്. അതേപോലെ അതിൻ്റെ ആറ്റം മോഡൽ നമുക്കിവിടെ കാണാം. ഓരോ ഷെല്ലിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. അതേപോലെ ഐസോടോപ്സ്, ഫെറസിൻ്റെ അയണിൻ്റെ ഐസോടോപ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഡാറ്റ ഓവർവ്യൂവിൽ പോയാൽ തന്നെ നമുക്കിവിടെ മെൽറ്റിംഗ് പോയിൻ്റ് എത്രയാണ്, ബോയിലിംഗ് പോയിൻ്റ് എത്രയാണ്, ഇലക്ട്രോൺ അഫിനിറ്റി, അതേപോലെ കോവലന്റ് റേഡിയസ്, അങ്ങനെ വേണ്ട ഡീറ്റെയിൽ, അറ്റോമിക് മാസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. പരീക്ഷയ്ക്ക് ഇതിൻ്റെയൊക്കെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് സേവ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ ഈ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് പ്രിൻറ്റ് സ്ക്രീൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്കിവിടെ സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ആയിട്ടുണ്ട്. അത് നമ്മൾ സ്ക്രീൻഷോട്ട് എന്നുള്ള ഫോൾഡറിൽ സേവ് ആയിട്ടുണ്ടാവും, പിക്ചേഴ്സിൽ സ്ക്രീൻഷോട്ട് എന്നുള്ളതിൽ. എന്നിട്ട് അതിൽ പോയിട്ട് നമ്മൾ റീനെയിം ചെയ്തിട്ട് സേവ് ചെയ്യുക. ഏതൊരു പേരാണോ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യണം, കൃത്യമായ ഫോൾഡറിൽ സേവ് ചെയ്യണം. ഇനി നമുക്ക് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കാം. അതായത് ഇതിൽ ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഫെറ്റിൽ ഈ ഒരു കാൽസ്യത്തിൽ ഏതൊക്കെ
രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതിൻ്റെ ഒരു ഓവർവ്യൂ കിട്ടും. നമുക്ക് ആ ഒരു ആക്ടിവിറ്റി നമുക്കൊന്ന് എടുത്ത് നോക്കാം. നമ്മളതിൻ്റെ ആക്ടിവിറ്റി എടുത്തിട്ടുണ്ട്. ഇതിൽ പ്രവർത്തനം 1 പറയുന്നത് മൂലകങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ, എലമെൻസിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ചെയ്യാൻ പറയുന്നത് ലിത്തിയം, അതായത് നമ്മുടെ ഇലക്ട്രിക് കാറ്, അതേപോലെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി എന്നുള്ളതൊക്കെ ലിത്തിയം അയൺ ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എലമെൻ്റായ ലിത്തിയത്തിൻ്റെ ഇൻഫർമേഷൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു പീരിയോഡിക് ടേബിൾ എടുക്കാം. എന്നിട്ട് ലിത്തിയം, ഇവിടെ തന്നെ ലിത്തിയം ഉണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് കഴ്സർ വയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ടായിട്ട് എടുക്കാം. അതിൽ ആ ഒരു സെക്ഷൻ മാത്രം മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പകുതി വിൻഡോ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് പകുതി വിൻഡോ ആയിട്ട് നമുക്കത് സ്ക്രീൻഷോട്ട് എടുക്കാം. അതിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് സ്ക്രീൻഷോട്ട് പിക്ചേഴ്സ് എന്നുള്ളതിൽ സ്ക്രീൻഷോട്ടിൽ സേവ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു സ്ക്രീൻഷോട്ട് കൃത്യമായി സേവ് ആയിട്ടുണ്ട്. നമുക്കതിനെ റീനെയിം ചെയ്യണം. ഇതിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് റീനെയിം എന്ന് കൊടുത്തിട്ട് ഇതിലെന്താണ് ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത് അതേ പേരിൽ സേവ് ചെയ്യണം. elements_lithium എന്നാണ് അവർ സേവ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതിൽ പോവാം. elements_lithium റീനെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണും. അത് കോപ്പി ചെയ്തിട്ട് പ്രസ്തുത ഫോൾഡർ ഏതാണ് നമ്മുടെ ഫോൾഡർ അവർ പറയുന്നത് അതിൽ സേവ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 2, അതിൽ മൂലകങ്ങൾ ഉൾപ്പെട്ട ഫാമിലി മനസ്സിലാക്കാം എന്നാണ് അതിൽ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ലിഥിയം ഉൾപ്പെടുന്ന ഫാമിലി കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൽ ആ ഒരു ഫാമിലിയിൽ മറ്റ് എലമെൻസിൻ്റെ ഡീറ്റെയിൽസ് elements.ott എന്ന ഫയലിൽ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് എന്നിട്ട് അത് elements_family എന്ന പേരിൽ സേവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ലിഥിയം ഇവിടെ നമുക്ക് വ്യൂവിൽ പോവാം. എന്നിട്ട് സ്കീം എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലോക്ക്, അതായത് S ബ്ലോക്ക്, D ബ്ലോക്ക്, P ബ്ലോക്ക്, F ബ്ലോക്ക് എന്നുള്ള രീതിയിലാണ് ഇത് തിരിച്ചിരിക്കുന്നത് പീരിയോഡിക് ടേബിൾ. അത് നമുക്ക് ഫാമിലി എന്നുള്ള ഇതിൽ മാറ്റാം. അപ്പോൾ നമുക്കിവിടെ കാണാം ഫാമിലി ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അതായത് ആൽക്കലി, നോൺ മെറ്റൽസ്, നോബിൾ ഗ്യാസ്, ട്രാൻസിഷൻ എലമെൻറ്റ്സ്, ഹാലോജൻ, അതർ മെറ്റൽ, ആ രീതിയിൽ തിരിഞ്ഞിട്ടുണ്ട്. ഡിഫറെൻറ്റ് ഫാമിലീസ് ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിഥിയം എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി ഒരു യെല്ലോയിഷ് കളറാണ്. അതിന് ആൽക്കലി ആണ് എന്നാണ് ഇതിൽ സിംബലൈസ് ചെയ്യുന്നത്. അപ്പോൾ ലിഥിയം എന്നുള്ളത് ആൽക്കലി ഫാമിലിയിൽ പെടുന്ന ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരു റിസോഴ്സ് ഫോൾഡറിലുള്ള OTT ഫയൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ റിസോഴ്സ് ഫോൾഡർ. അതിൽ എലമെൻറ്റ്സ് ഡീറ്റെയിൽസ് OTT എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യാം. എന്നിട്ടത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു ഫയൽ. അപ്പോൾ ഇതിൽ ലിഥിയം കെമിക്കൽ സിമ്പിൾ Li, അതേപോലെ അറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രൂപ്പ്, ബ്ലോക്ക് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് സേവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ കാൽസ്യം ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൽ ലിഥിയം, നാട്രിയം, സോഡിയം, അതേപോലെ പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം, ഇതാണ് ആ ഒരു ആൽക്കലിൻ ഗ്രൂപ്പിൽ വരുന്ന, ആൽക്കലിൻ ഫാമിലിയിൽ വരുന്ന എലമെൻറ്റ്സ്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ ചോദിച്ചിരിക്കുന്നത് നമുക്കിതിൽ കെമിക്കൽ സിമ്പിൾ ലിഥിയത്തിൻ്റെ Li ആണ്. അതേപോലെ അറ്റോമിക് നമ്പർ 3 ആണ്. ഇത് നമുക്ക് ഡയറക്റ്റ് ആ ഒരു ഇതിൽ കേഴ്സർ വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇനി ഇതിൽ എക്സ്ട്രാ ചോദിച്ചിരിക്കുന്നത് ഗ്രൂപ്പും ബ്ലോക്കുമാണ്. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. വ്യൂവിൽ പോവാം. സ്കീമിൽ നമ്മളിപ്പോൾ ഫാമിലി എന്നുള്ളത് ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഈ ഒരു ആൽക്കലി അല്ലെങ്കിൽ നോൺ മെറ്റൽസ്, ഹാലോജൻ, നോബിൾ ഗ്യാസ് എന്നുള്ള ഒരു ഫാമിലി ആയിട്ട് ഇത് തരംതിരിച്ചിരിക്കുന്നത് കാണുന്നത്. നമുക്കിനി ഗ്രൂപ്പും ബ്ലോക്കും ആണ് വേണ്ടത്. അപ്പോൾ ബ്ലോക്ക് എന്നുള്ളതിൽ ആദ്യം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു സെയിം കളറുള്ളതെല്ലാം ഒരേ ബ്ലോക്കാണ്. അതായത് താഴെ ആ ഒരു കളറിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് S ബ്ലോക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
ഇതൊക്കെ സെയിം കളറാണ്. അപ്പോൾ ഇത് എസ് ബ്ലോക്കിലാണ് ഈ ഒരു ലൈനിലുള്ള എലമെൻറ്റ്സ് ഉള്ളത്, എസ് ബ്ലോക്കിലാണ്. അതേപോലെ വ്യൂവിൽ പോയിട്ട് സ്കീമിൽ പോയിട്ട് നമുക്ക് ഗ്രൂപ്പ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഗ്രൂപ്പ് 1 ആണ്. അതായത് ഈ ഒരു റോ മുഴുവനായിട്ടുള്ള ഒരു കോളം ഫുള്ളായിട്ടുള്ള ഗ്രൂപ്പ് 1ലാണ് ഈ ഒരു എലമെൻറ്റ്സ്, നമ്മളിപ്പോൾ പറഞ്ഞ എലമെൻറ്റ്സൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് ഗ്രൂപ്പ് 1ലാണ്. അപ്പോൾ ഗ്രൂപ്പ് എല്ലാത്തിലും, അതായത് ഇതിലെല്ലാത്തിലും ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1ഉം ബ്ലോക്ക് എന്ന് പറയുന്നത് എസ്സും ആണ്. സ്കീമിൽ പോയിട്ട് ബ്ലോക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു കോളം ഫുള്ളായിട്ട് വരുന്നത് എസ്സിലാണ്. അപ്പോൾ നമുക്കതിവിടെ ടൈപ്പ് ചെയ്യാം. ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1ഉം ബ്ലോക്ക് എന്ന് പറയുന്നത് എസ്സും ആണ്. ഇനി താഴെയുള്ള ബാക്കി ലിഥിയം കഴിഞ്ഞു. ഇനി നമുക്ക് സ്കീമിൽ പോവാം. ഫാമിലി ഒന്നും കൂടി എടുക്കാം, സോഡിയം. അപ്പോൾ സോഡിയം ടൈപ്പ് ചെയ്യാം ഇവിടെ. സോഡിയം, അതിൻ്റെ കെമിക്കൽ സിമ്പിൾ എന്ന് പറയുന്നത് Na ആണ്. അറ്റോമിക് നമ്പർ, അപ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ അതിവിടെ ടൈപ്പ് ചെയ്യാം. ഇനി ഗ്രൂപ്പ് 1 ബ്ലോക്ക് എസ്, അത് സെയിം ആണ് എല്ലാത്തിനും. ഇനി അടുത്തത് സോഡിയം കഴിഞ്ഞു. ഇനി നമുക്ക് പൊട്ടാസ്യം കൊണ്ട് ടൈപ്പ് ചെയ്യാം. പൊട്ടാസ്യം, അപ്പോൾ അതിൻ്റെ സിമ്പിൾ K ആണ്. അതേപോലെ അതിൻ്റെ അറ്റോമിക് നമ്പർ 19 ആണ്. പിന്നെ ഗ്രൂപ്പ് 1ഉം ബ്ലോക്ക് എസ്സും. ഇനി നാലാമത്തെ പൊട്ടാസ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയുന്ന റുബീഡിയം ആണ്. റുബീഡിയം, അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 37 ആണ്, 37. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് റുബീഡിയത്തിൻ്റെ സിമ്പിൾ RB ആണ്. ഇനി ഗ്രൂപ്പ് 1 ബ്ലോക്ക് എസ്. ഇനി നമുക്ക് അടുത്ത എലമെൻറ്റ് നോക്കാം. അതിൻ്റെ താഴെയുള്ളത് CC ആണ്. അപ്പോൾ ടൈപ്പ് ചെയ്യാം. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് CS. അറ്റോമിക് നമ്പർ 55 ആണ്. ഗ്രൂപ്പ് 1 ബ്ലോക്ക് എസ്. ഇനി CCയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിൽ വരുന്നത് ഫാൻസി ആണ്. അതിൻ്റെ കെമിക്കൽ സിമ്പിൾ വരുന്നത് FR ആണ്. അതേപോലെ അറ്റോമിക് നമ്പർ 87 ആണ്. ആസ് യൂഷ്വൽ ഗ്രൂപ്പ് 1, അതേപോലെ ബ്ലോക്ക് എസ്. നമ്മൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർത്തീകരിക്കുക. എലമെൻറ്റ്സ് അണ്ടർസ്കോർ ഫാമിലി എന്ന പേരിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ അതായത് രജിസ്റ്റർ നമ്പറിൻ്റെ പേരിലെ ഫോൾഡറിൽ സേവ് ചെയ്യാനാണ്. അപ്പോൾ ഇത് സേവ് ചെയ്യേണ്ടത് എലമെൻറ്റ്സ് അണ്ടർസ്കോർ ഫാമിലി എന്ന പേരിലാണ്. നമുക്കിവിടെ ഫയലിൽ പോവാം, സേവ് എന്ന് കൊടുക്കാം. അപ്പോൾ ആ ഒരു പേര് മാറ്റിയിട്ട് നമ്മുടെ എലമെൻറ്റ്സ് അണ്ടർസ്കോർ ഫാമിലി എന്നുള്ളത് നോക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു ഫോൾഡറിൽ സേവ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഫോൾഡറിന് നമ്മളിപ്പോൾ റഫായി ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫോൾഡറിൽ സേവ് ചെയ്യണം. പക്ഷേ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ അസൈൻമെൻറ്റിന് ചെയ്യുമ്പോൾ കൃത്യമായ ഫോൾഡറിൽ സേവ് ചെയ്യണം. നമ്മുടെ രജിസ്റ്റർ നമ്പറുള്ള ഫോൾഡറിൽ തന്നെ സേവ് ചെയ്യണം. അത് ശ്രദ്ധിക്കുക. കാരണം പരീക്ഷയ്ക്ക് പോയിട്ട് വേറെ ഏതെങ്കിലും ഫോൾഡറിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ മാർക്കായിട്ട് എടുക്കത്തില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം. മൊത്തത്തിൽ 4 പ്രവർത്തനമാണുള്ളത്. മൂന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂലകങ്ങളുടെ അവസ്ഥ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറയുന്നത് സാധാരണ താപനിലയിൽ, അതായത് നോർമൽ റൂം ടെമ്പറേച്ചറിൽ ഗാഷിയസ് സ്റ്റേറ്റിലായിട്ട് ഇരിക്കുന്ന എലമെൻസിനെ പറ്റിയിട്ടാണ് അതിൽ പറയുന്നത്. അവരുടെ ഡീറ്റെയിൽസ് കണ്ടെത്താനാണ് പറയുന്നത്. പിന്നെ അതിൽ പ്രത്യേകം പറയുന്നുണ്ട് 18ാം ഗ്രൂപ്പ് എലമെൻറ്റ്സ്
ഉൾപ്പെടാത്ത ഇതാണ് നമുക്ക് നോക്കേണ്ടത്. ഐ മീൻ 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ് അതിൽ എക്സ്ക്ലൂഡഡ് ആണ്. കാരണം 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇനേർട്ട് ഗ്യാസസ് ആണ്, നോബിൾ ഗ്യാസസ് എന്നും പറയും. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവ സാധാരണയായിട്ടൊന്നും മറ്റുള്ള എലമെൻറ്റ്സ് ആയിട്ട് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടാറില്ല. അണ്ടർ സം സർക്കംസ്റ്റൻസസ്, ഐ മീൻ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് അത് സംഭവിക്കാറുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവയുടെ ഔട്ടർ ഷെല്ല് ഫില്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടാറില്ല. അപ്പോൾ നമുക്ക് ഈ പീരിയോഡിക് ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോബിൾ ഗ്യാസസിന് കാണാം. ഇവിടെ നോബിൾ ഗ്യാസസ് എന്ന് ഉള്ളതിൽ കേഴ്സർ വയ്ക്കുമ്പോൾ തന്നെ നമുക്കതിൽ കാണാവുന്നതാണ്. ഹീലിയം, നിയോൺ, ആർഗൺ തുടങ്ങിയ ആ ഒരു കോളമാണ് നോബിൾ ഗ്യാസസിൻ്റെ കോളം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ അത് അത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്ത ഏതൊക്കെയാണ് നോർമൽ റൂം ടെമ്പറേച്ചറിൽ ഗ്യാസ് സ്റ്റേറ്റിലുള്ളത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് നമുക്കിവിടെ വ്യൂവിൽ പോവാം. എന്നിട്ട് ഗ്രേഡിയൻസ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നുള്ളത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഈ ഒരു സോളിഡ് എന്ന് പറയുന്നതാണ് ഭൂരിഭാഗം ഉള്ളത്. അതൊരു പിങ്ക് കളറിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫുള്ള് സോളിഡാണ് ഈ ഒരു കളറ്. പിന്നെ ഒരു ബ്ലൂ എന്ന് പറയുന്ന ലിക്വിഡാണ്, അതായത് മെർക്കുറി. നോർമൽ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ തെർമോമീറ്ററിലൊക്കെ ഉള്ളതാണ് മെർക്കുറി. അപ്പോൾ അത് നോർമൽ റൂം ടെമ്പറേച്ചറിൻ്റെ കാര്യമാണ് പറയുന്നത്. നോർമൽ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അതേപോലെ തന്നെ ബ്രോമൈനും നോർമൽ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണുന്നത്. ഇനി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞ പോലെ നോർമൽ റൂം ടെമ്പറേച്ചറിൽ ഗ്യാസ് സ്റ്റേറ്റിൽ ഏതൊക്കെയാണ് നോക്കാം. നമുക്കവിടെ താഴെ കാണാം സോളിഡ്, ലിക്വിഡ് കഴിഞ്ഞാൽ വേപ്പറസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു ഗ്രീൻ കളർ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇത് നമുക്ക് കാണാം. അതായത് ഈ ഒരു ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, ക്ലോറിൻ, അതേപോലെ പിന്നെ ഒരു നോബിൾ ഗ്യാസിൻ്റെ സെക്ഷനുമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ നോബിൾ ഗ്യാസിൻ്റെ സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്യരുത്. അപ്പോൾ നോബിൾ ഗ്യാസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് കളർ മാറുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇത് നോബിൾ ഗ്യാസ് ആണ്. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യരുത്. ബാക്കിയുള്ളത് ഈ 5 ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. എവിടെയാണ് എൻ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. നമ്മുടെ റിസോഴ്സ് ഫോൾഡറിൽ gases.ott എന്നുള്ളതിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇതാണ് gases.ott. ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യം കൊടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 5 ഗ്യാസുകളെ പറ്റിയിട്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. കാരണം അവർ കൃത്യമായ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ സിമ്പിൾ, അതേപോലെ അറ്റോമിക് നമ്പർ, ബോയിലിംഗ് പോയിന്റ്, പിന്നെ ഗ്രൂപ്പും ബ്ലോക്കും ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ബാക്കിയുള്ളതിൻ്റെ നമുക്ക് സേവ് ചെയ്യണം. ഇനി ഹൈഡ്രജൻ ഇവർ ഓൾറെഡി സേവ് ചെയ്തുകൊണ്ട് ഇതാണ് ഹൈഡ്രജൻ. നമുക്കിനി സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിനി നൈട്രജൻ ടൈപ്പ് ചെയ്യാം. നൈട്രജൻ. അപ്പോൾ അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ജസ്റ്റ് N ആണ്. അതേപോലെ അറ്റോമിക് നമ്പർ 7 ആണ് അറ്റോമിക് നമ്പർ. പിന്നെ ബോയിലിംഗ് പോയിൻ്റ് അത് നമുക്ക് ഈ ഒരു നൈട്രജൻ എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബോയിലിംഗ് പോയിൻ്റ് കാണാം. 77.34 കെൽവിനാണ് ആ ഒരു ബോയിലിംഗ് പോയിൻ്റ് വരുന്നത്. അപ്പോൾ യൂണിറ്റ് എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു നമ്പർ മാത്രം എഴുതിയാൽ മതിയാവും. 77.34. ഇനി ഗ്രൂപ്പ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ പോവാം. എന്നിട്ട് നമുക്ക് ഗ്രൂപ്പ് നോക്കാം. അപ്പോൾ അതിന് വീണ്ടും വ്യൂവിൽ പോവാം. സ്കീം എന്നുള്ളതിൽ ഫാമിലിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിന് പകരം ഗ്രൂപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ താഴെയുള്ള ആ ഒരു ഹാലോജൻ നോബിൾ ഗ്യാസ് എന്നുള്ളത് മാറിയിട്ട് ഗ്രൂപ്പ് ആവുന്ന കാണാം. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് നൈട്രജൻ്റെ ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് 1 അല്ല 2. ഇത് ഓരോ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുമ്പോഴും ആ ഒരു കളർ അവിടെ മാർക്ക് ചെയ്യുന്നത് കാണാം. ഗ്രൂപ്പ് 3, 4, അതുപോലെ ഗ്രൂപ്പ് 5 എന്ന് സെലക്ട് ചെയ്യുമ്പോഴാണ് അവിടെ നൈട്രജനിൽ ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ നൈട്രജൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 5ലാണ്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് എന്നുള്ളതിൽ 5 എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. ഇനി ബ്ലോക്ക്. അപ്പോൾ അതിനായിട്ട് വീണ്ടും ആ ഒരു ടേബിൾ എടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത് നൈട്രജൻ്റെയാണ്. അപ്പോൾ ഇവിടെ നൈട്രജനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണാം. ഇതിൽ
2:2p3 ആണ് വരുന്നത്. അപ്പോൾ പി ബ്ലോക്കിലായിരിക്കും അത് വരിക. ഇനി ഒന്നും കൂടി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കീം എന്നുള്ളതിൽ പോയിട്ട് ബ്ലോക്ക് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് വരുന്നതാണ്. അപ്പോൾ അതിൽ പിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു സെക്ഷൻ മുഴുവനായിട്ട് പി ആവുന്ന കാണാം. അപ്പോൾ ഈ ഒരു നൈട്രജൻ, അതേപോലെ ഓക്സിജൻ, ഫ്ലോറിൻ ഇതൊക്കെ പി ബ്ലോക്കാണ്. കാരണം ഓക്സിജൻ എടുത്ത് നോക്കിയാൽ നമുക്കിവിടെ 2p4, അതേപോലെ ഫ്ലോറിൻ അതിലും 2s2 കഴിഞ്ഞിട്ട് 2p5 ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു പി ബ്ലോക്ക് എലമെൻ്റ് ആണ് ഇതെല്ലാം. അപ്പോൾ ബ്ലോക്ക് എന്ന് പറയുന്നത് പി ആണ്. പക്ഷെ ഇവിടെ നമുക്ക് നോക്കാം, ഈ ഒരു ഹൈഡ്രജൻ എസ് ബ്ലോക്ക് എലമെൻറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒറ്റൊരു ഷെല്ലേ ഉള്ളൂ, 1s1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതൊരു എസ് ബ്ലോക്ക് എലമെൻ്റ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് അതേപോലെ തന്നെ ബാക്കിയുള്ളതും, നൈട്രജൻ കഴിഞ്ഞു, ഇനി ബാക്കിയുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഈ ഒരു ഗ്യാസ് സ്റ്റേറ്റിലുള്ളത് ഓക്സിജൻ ആണ്. അപ്പോൾ ഓക്സിജൻ ടൈപ്പ് ചെയ്യാം. സിമ്പിൾ O ആണ്. ഇനി അറ്റോമിക് നമ്പർ 8 ആണ്. അതേപോലെ ബോയിലിംഗ് പോയിൻ്റ് നമുക്ക് നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്സിജനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോയിലിംഗ് പോയിൻ്റ് 90.19 ആണ്. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്യാം. ഇനി അതേപോലെ ഗ്രൂപ്പ്, ക്ലോസ് ചെയ്യാം. എന്നിട്ട് വ്യൂവിൽ പോവാം. സ്കീമിൽ പോയിട്ട് ഗ്രൂപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഓരോ ഗ്രൂപ്പ് നമുക്കിങ്ങനെ ജസ്റ്റ് കഴ്സർ വെച്ചാൽ മതി. അപ്പോൾ ഗ്രൂപ്പ് 6 എന്നുള്ളത് കൊടുക്കുമ്പോഴാണ് ഓക്സിജൻ വരുന്നത്. അപ്പോൾ അതിൽ ഗ്രൂപ്പ് 6 ആണ്. ഇനി അതേപോലെ ബ്ലോക്ക് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. പി ബ്ലോക്കാണ്. ഇനി അടുത്തത് ഫ്ലോറിനാണ്. ബോയിലിംഗ് പോയിൻ്റ് 85 ആണ്. അതേപോലെ അറ്റോമിക് നമ്പർ 9 ആണ്. സിമ്പിൾ എഫ്. അതേപോലെ ഗ്രൂപ്പ് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 7 ആണ്. പിന്നെ ബ്ലോക്ക് പി ബ്ലോക്കാണ്. നിങ്ങൾക്ക് ബ്ലോക്ക് കണ്ടുപിടിക്കുന്ന ആ വ്യൂവിൽ പോയിട്ട് സ്കീമിൽ പോയിട്ട് ബ്ലോക്ക് എന്നുള്ളത് നോക്കിയിട്ട് ബ്ലോക്ക് കണ്ടുപിടിക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ ക്ലോറിനാണ്. അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. ബോയിലിംഗ് പോയിൻ്റ് 239.2 കെൽവിൻ ആണ്. ഗ്രൂപ്പ് ഗ്രൂപ്പ് 7 തന്നെയാണ്. അതേപോലെ പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ബ്ലോക്ക് പി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഈ ഒരു പേരിൽ സേവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോപ്പി ചെയ്തു. എന്നിട്ട് ഫയലിൽ പോവാം. സേവ് എന്നുള്ള ഓപ്ഷൻ പോവാം. എന്നിട്ട് ആ ഒരു പേര് ടൈപ്പ് ചെയ്യാം. കൃത്യമായി ഫോൾഡറിൽ സേവ് ചെയ്യണം. സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലാസ്റ്റ് പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു NaOH, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നുള്ള ആ ഒരു ആൽക്കലി കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം കാൽസ്യം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ പെർഫോം കാൽക്കുലേഷൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിൽ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റർ എന്നുള്ളതിൽ NaOH എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഇവിടെ കാൽക്ക് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ മോളിക്കുലർ മാസ് ഇവിടെ കാണുന്നതാണ്. ഓക്കെ, ഇനി അതിന് ശേഷം HCl, H2O, H2SO4 എന്നുള്ളതിൻ്റെ മോളിക്കുലർ മാസ് കൂടി കണ്ടെത്തിയിട്ട് മോളിക്കുലർ അണ്ടർസ്കോർ മാസ് OTT എന്ന ഫയൽ പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം റിസോഴ്സ് ഫോൾഡർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് മോളിക്കുലർ മാസ് .OTT എന്നുള്ളത് ഓപ്പൺ ചെയ്യാം. ഇതിൽ NaOHൻ്റെ മോളിക്കുലർ മാസ് അവർ കൊടുത്തിട്ടുണ്ട്, കറക്റ്റാണ്. ഇനി നമുക്ക് വേണ്ടത് H2O എന്നുള്ളതിൻ്റെയാണ്. അപ്പോൾ ഇവിടെ NaOH എന്നുള്ളത് മാറ്റിയിട്ട് H2O എന്നുള്ളത് കൊടുക്കാം. എന്നിട്ട് കാൽക്കെന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ അതിൻ്റെ മോളിക്കുലർ മാസ് വന്നിട്ടുണ്ട്. അത് കോപ്പി ചെയ്യാം. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി HCl എന്നുള്ളതിൻ്റെ കണ്ടുപിടിക്കാം. HCl കാൽക്കെന്ന് കൊടുക്കാം. ഇവിടെ വന്നിട്ടുണ്ട്. അത് കോപ്പി ചെയ്യാം. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി H2SO4 അത് കണ്ടുപിടിക്കാം. മോളിക്കുലർ മാസ് കിട്ടിയിട്ടുണ്ട്. അത് കോപ്പി ചെയ്യാം. പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു OTT കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അത് പ്രത്യേകം പേരിലൊന്നും സേവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് ഈ ഒരു പേരിൽ തന്നെ സേവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാൽസ്യം സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ മോളിക്കുലർ മാസ് എല്ലാം കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു കെമിക്കൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, H2 + O2 H2O. അപ്പോൾ നമുക്ക് അതിനാദ്യം ടേബിൾ എടുക്കാം, കാൽസ്യം ഓപ്പൺ ചെയ്യാം, എന്നിട്ട് പെർഫോം കാൽക്കുലേഷനിൽ പോവാം. ഇക്വേഷൻ ബാലൻസർ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ A കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ കെമിക്കൽ നെയിം, അത് കഴിഞ്ഞിട്ട് B അടുത്തത്, പിന്നെ C, D. അപ്പോൾ ഈ ഒരു വേരിയബിൾസ് ശ്രദ്ധിക്കണം എപ്പോഴും, കാരണം അതാണ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ A ഉൾപ്പെടെ A എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയുള്ളതെല്ലാം മാറ്റാം. എന്നിട്ട് നമുക്ക് ആദ്യം എന്താണ് വരുന്നത് നോക്കാം. H2 എന്നുള്ളതാണ്. അപ്പോൾ H2 ടൈപ്പ് ചെയ്യാം. ഇനി B, O2 എന്നാണ് അതിലുള്ളത്. നമ്മുടെയിലും O2 തന്നെയാണ്, അപ്പോൾ അത് മാറ്റേണ്ട ആവശ്യമില്ല. കിട്ടുന്നത് H2O എന്നുള്ളതാണ്. അപ്പോൾ D എന്നുള്ളത് വേണ്ട, അത് മാറ്റാം. H2O, CH2O. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ ബാലൻസ് ആയിട്ട് നമുക്കിവിടെ കാണുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ A H2, B O2, പിന്നെ CH2O. ഇതിൽ A B C എന്നുള്ളത് അവിടെ നിന്ന് ബാക്ക് സ്പേസ് അടിച്ചിട്ട് കളയാൻ പാടില്ല. ഇവിടെ നമ്മൾ A എന്നുള്ള H2ൻ്റെ ഇപ്പുറത്ത് A എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ O2ൻ്റെ ഇപ്പുറത്ത് B, H2O എന്നുള്ളതിൻ്റെ ഇപ്പുറത്ത് C. ഇനി വേറൊരു ഇതും കൂടി വരികയാണെങ്കിൽ അവിടെ D എന്നുള്ള ആ ഒരു ഇത് വരണം. ഇനി നമുക്ക് ഒരു ഇക്വേഷൻ കൂടി ചെയ്ത് നോക്കാം. ഏറ്റവും അവസാനത്തെ CH4 + O2 എന്നുള്ളത് ചെയ്യാം. അപ്പോൾ ഇവിടെ മാറ്റുന്നത് A എന്നുള്ളത് മാറ്റുന്നില്ല, CH4 എന്നുള്ളതാണ് ആദ്യം. അപ്പോൾ CH4. ഇനി അടുത്തത് വരുന്നത്
O2 എന്നുള്ളതാണ്. O2 CO2 പ്ലസ് H2O എന്നുള്ളത്. അപ്പോൾ ഇവിടെ C എന്നുള്ളത് മാറ്റുന്നില്ല. CO2 സ്പേസ് ഇട്ടും പ്ലസ് D എന്നുള്ളൊരു വേരിയബിൾ കൊടുക്കണം. H2 CO2 പ്ലസ് H2 എന്നാണ്. H2O എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഇനി ഈ ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇവിടെ A, B, C, D എന്നുള്ള വേരിയബിൾസ് മാറിയിട്ടാണ് ആ ഒരു നമ്പേഴ്സ് ഇവിടെ വരുന്നത്. ബാലൻസ് ആവുകയാണ് ഇക്വേഷൻ. അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സേവ് ചെയ്യാനോ അല്ലെങ്കിൽ ഫില്ല് ചെയ്യാനൊക്കെ OTT ഇതിൽ ഫില്ല് ചെയ്യാനൊക്കെ പരീക്ഷയ്ക്ക് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാൽസ്യം എന്നുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇത് നമുക്ക് ഒരു കെമിസ്ട്രി ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് വളരെ എളുപ്പമുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. കോംപ്ലക്സ് ആയിട്ടുള്ളതൊന്നുമല്ല. ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എക്സാമിന് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് വരാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെമിനാറിന് ആവശ്യമായിട്ടുള്ള PDF ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാൽസ്യം.